ഹായ് ഫ്രണ്ട്സ്, ഗോബൂസ് ഡേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസി ആയിട്ട് ചക്കപ്പുഴുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ചക്കച്ചോള ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്കക്കുരു വേറെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ചെറുതാക്കി നുറുക്കിയ ചക്കച്ചോളയും ചക്കക്കുരുവും ഇട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ചക്ക വേകുമ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തു, 5 അല്ലി ചെറിയുള്ളി തൊലി കളഞ്ഞ് ചേർത്തു, 2 വെളുത്തുള്ളി ചേർത്തു. അതിലേക്ക് 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അരഞ്ഞ് ചേർക്കേണ്ടത് ആവശ്യമില്ല, നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കണ പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു, കുറച്ച് കടുക് പൊട്ടിക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് വേപ്പില, വറ്റൽമുളക് പൊട്ടിച്ചത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് തേങ്ങ ചതച്ചത് കൂടി ചേർത്ത് അതിലെ വെള്ളം നന്നായി വറ്റുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയിലുള്ള ഈർപ്പം മുഴുവനായിട്ട് പോകണം, ഇല്ലെങ്കിൽ ചക്കപ്പുഴുക്ക് പെട്ടെന്ന് കേടാകും. ഇനി നമുക്കിതിലേക്ക് വേവിച്ച ചക്ക കൂടി ചേർത്ത് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഉടയണം, എന്നാലേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് തേങ്ങ ഒതുക്കുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്കയും തേങ്ങാക്കൂട്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കൂടി മുകളിലേക്ക് ഒന്ന് തൂവണം. അതിനുശേഷം നമുക്കൊന്ന് അടച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണയുടെ സ്മെല്ല് നമുക്ക് ചക്കയുടെ കൂട്ടിലേക്ക് നന്നായിട്ട് വരും. അപ്പോൾ അതൊരു പ്രത്യേക ഒരു സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്കപ്പുഴുക്കാണ്. ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടി ആ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാനിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.